ഇതൊക്കെ ഉള്ളതിൻ്റെ പേരിലൊക്കെ പാമ്പിൻ്റെ ശല്യം നിലവിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഈ ഏരിയയിൽ ആദ്യത്തെ സംഭവമാണ്. ഇതിൽ നിന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ അണലി എന്ന് പറഞ്ഞ പാമ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് ഏറ്റവും കൂടുതലുള്ളൂ. പക്ഷേ ഈ മൂർഖൻ ഇങ്ങനെ ഈ രീതിയിൽ കൊച്ചിനെ ആക്രമിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാധാരണ നമ്മൾ ഇവിടെ ഈ വയലിലൊക്കെ മറ്റേ കട്ടിമണ്ണിട്ട് നിമത്ത് മറ്റേ ചെമ്മണ്ണിട്ട് നിമത്തിയാണ് പെരടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ അണലി കൂടുതലും വരുന്നത്. പക്ഷേ ഒരുപക്ഷെ നല്ലൊരു ട്രീറ്റ്മെന്റ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോൻ ഇത് സംഭവിക്കില്ല. നല്ലൊരു സ്മാർട്ടായിട്ടൊരു മോനായിരുന്നു. അവന്റെ ആ ഒരു സംഭവം ഈ ദുഃഖ വാർത്ത ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വിഷമം ഏറ്റിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ കയറി വരുന്നൊരു സ്ഥലമാണ് ചിറയൻകീഴ്. പഞ്ചിക്കുന്നായാലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുരുകമ്പുഴന്നായാലും അങ്ങോട്ട് നോക്കണേ ശാസ്ത്രത്തിനപ്പുറം അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു നൈറ്റ് ആയാലും നല്ല 2 ഡോക്ടർമാരും അവിടെയുള്ള വെറും 2 നഴ്സുമാരൊക്കെയാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ചിറയൻകീഴ് 8 വയസ്സുകാരൻ ദിക്ഷൽ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം വളരെയധികം വേദന ഉളവാക്കുന്നതാണ്. ഈ നാട്ടുകാരും ഉറ്റവരും ഒക്കെ വളരെ വേദനയിലാണ്. ഇപ്പോൾ ഒരു നാട്ടുകാരൻ നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് ദീപു. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? എന്താണ് അറിഞ്ഞത്? കുട്ടി ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് പാമ്പ് കടിച്ച്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് വേദന വന്നപ്പോൾ കുട്ടി അച്ഛനോട് പറഞ്ഞു. കുട്ടി അമ്മാമേരെ കൂടെയാണ് കിടന്നത്. അങ്ങനെ കുട്ടീനെ അപ്പം തന്നെ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള കൂട്ടുകാരന്മാരെല്ലാം കൂടെ ഇല്ല, ഞാൻ കൂടെ ഇല്ലായിരുന്നു. എൻ്റെ അനിയനുണ്ടായിരുന്നു. കൂടെ കൊണ്ടുപോയി അവർ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരപ്പം തന്നെ അവരെ നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമില്ലാതെ മെഡിക്കൽ കൊണ്ടുപോകുള്ളൂ. ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഒന്നിനും ഉള്ള ഒരു ഹോസ്പിറ്റൽ താല്പര്യപ്പെടുന്നത്. സാധാരണപ്പെട്ട ഒരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ ഈ മോന്റെ കേസ് മാത്രമല്ല, പല സുഖമില്ലാത്ത അമ്മമാരായാലും പ്രായമുള്ള ആരെ കൊണ്ടുചെന്നാലും അവരപ്പോഴേ റിസ്ക് ആക്കാതെ അവരപ്പോഴേ പറയും മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറയും. പക്ഷേ ഒരുപക്ഷെ നല്ലൊരു ട്രീറ്റ്മെന്റ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോൻ ഇത് സംഭവിക്കില്ല. നല്ലൊരു സ്മാർട്ടായിട്ടൊരു മോനായിരുന്നു. അവന്റെ ആ ഒരു സംഭവം ഈ ദുഃഖ വാർത്ത ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വിഷമം ഏറ്റിട്ടുണ്ട്. ഇനിയെങ്കിലും ആ ചെറിയ ഹോസ്പിറ്റലിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെല്ലുന്ന ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ വിളിച്ചൊന്ന് അടുത്തിരുത്തി നല്ലൊരു നോക്കി നല്ല 2 വാക്ക് പറഞ്ഞ് എന്തിനാണ് അസുഖം എന്നുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ദൂരോട്ടിരിക്കുക ഇരുന്നത് അപ്പോഴേ തുണ്ടിൽ എഴുതിയിട്ട് പറയും ഇവിടെ ഇല്ല, ഒരു മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറയും. എന്നുവെച്ചാൽ ഇവിടെയുള്ള നാട്ടുകാർ ഒരുപാട് പേര് ഈ ഒരു ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനിയെങ്കിലും നല്ല ഒരു ട്രീറ്റ്മെന്റോ ഇതൊക്കെ കൊടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉള്ള ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. ബാക്കി പൈസയുള്ള ആൾക്കാർ ഗവൺമെന്റിൽ പോകും, ഗവൺമെന്റിൽ പോകാതെ പ്രൈവറ്റിൽ പോകും. പക്ഷേ നമ്മൾ പാവപ്പെട്ട ആൾക്കാരെല്ലാവരും പോകുന്നത് തന്നെ ഈ ഹോസ്പിറ്റലാണ്. പക്ഷേ ഒരു പക്ഷേ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ കൊച്ചിന്റെ കാര്യം രക്ഷപ്പെട്ടു പോകാൻ. ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അത് മെഡിക്കൽ കോളേജ് വരെ എത്തുക വളരെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആ കുട്ടിയെ ജീവൻ രക്ഷിക്കാനുള്ള സമയമായിരുന്നു. അപ്പൊ അതിനൊരു സൗകര്യം ആ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതിലൊന്നും കണ്ടില്ല എന്നാണ് ആശുപത്രി. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നടത്തിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമില്ല, നിങ്ങൾ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പോയാൽ മതി. അല്ലെങ്കിൽ ഈ കൊച്ചിന് കാലിലാണ് കടിയേറ്റത്. ഇത് രക്തത്തിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ ലേറ്റ് ആകും, കുറച്ച് സമയം എടുക്കും. അതിന് മുമ്പേ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നേ കുഴപ്പമില്ല. കൊച്ചിന്റെ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കൊച്ചു വൊമിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പറഞ്ഞ് മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൊച്ചു പറഞ്ഞു തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന എന്താ ഇരിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങ് എത്തുമ്പോൾ തന്നെ മരണപ്പെട്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകലൊക്കെ എങ്ങനെ? കൊണ്ടുപോകുന്ന വളരെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചു പറഞ്ഞ് കൂട്ടുകാരന്മാരെല്ലാം ഒരുമിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ ഒരു കുറെ വർഷം കൊണ്ട് അവിടെ ഈ ഒരു വീട്ടിലാണ് കിടക്കുന്നത്. വീടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും അവർക്കൊരു വീട് കൊടുക്കാൻ ഇതിന് മുമ്പിരുന്ന ഭരണസമിതിക്ക് ഒന്നിനും പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഇത് കണക്ക് ഒരു ഇത്രയും ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു വീട് ഈ നാട്ടിൽ ഈ ഒരു വീടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ വഴി തന്നെ ഇവിടെ വെച്ചത് ഇങ്ങോട്ട് വഴി ചെയ്യാതെ അവിടെ പകുതി ചെയ്തിട്ട് അങ്ങ് പോയി. ഇത് കണക്കൊരു മോളുണ്ട്, പിന്നെ ഒരു സുഖമില്ലാത്തൊരു അമ്മയുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ളത് ലാലിപ്പണക്ക് പറ്റിയവരൊന്നും നോക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പേരാണ് ഈ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നത്? ഇതിലിപ്പോ ഉള്ളതെന്ന് വെച്ചാൽ ദിലീപ് അച്ഛൻ ദിലീപില്ലേ, ദിലീപിന്റെ വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്, ഒരു അമ്മയുണ്ട്, ദിലീപിന്റെ അമ്മയുണ്ട്. അവരിപ്പോ 5 പേരാണ് ഇവിടെ താമസിക്കുന്നത്. അമ്മയ്ക്ക് കാല് സുഖമില്ലാത്തതാണ്, കാഴ്ച കുറവാണ് അമ്മയ്ക്ക്. അപ്പൊ ഈ താഴെ ഭാഗത്ത് അതായത് ഒരു ബേസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് വീടായിരിക്കുന്നത്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല അല്ല, അധികാരികൾ ഇതിനൊക്കെ പറയുന്ന വെച്ചാൽ ലിസ്റ്റിലുണ്ട്, ഇതിലുണ്ടെന്ന് പറഞ്ഞവരെ കളിപ്പിക്കണം. അല്ലാതെ അവര് പേരിൽ ഇതിലേക്ക് വീടൊന്നും അനുഭവിച്ചിട്ടില്ല. തിരക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ഈ പെരടം തന്നെ കിടന്നതാണ്. വെച്ചാൽ പെരടകത്ത് ഇവിടെ കിടന്ന് അവർ 5 സെന്റ് അവർക്ക് കിട്ടിയതാണ്. അല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്നല്ല. പക്ഷെ ഇത് അവർക്കൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു. ഒരു നല്ലൊരു വീട് പോകേണ്ട ഒരു റൂം 2 റൂമായാലും നല്ല എല്ലാം
അടക്കം അതിൽ മൊത്തത്തിൽ മറച്ച് നല്ല സ്ട്രോങ് ആയിട്ടൊരു വീടുണ്ടായിരുന്നു സംഭവിക്കില്ലായിരുന്നു. അപ്പൊ ഒരു കുഞ്ഞാണ്, അപ്പൊ ആ ഒരു പിതാവിന്റെ ഒരു വിഷമം നിങ്ങൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക അല്ലേ? അപ്പൊ ഈ അച്ഛന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും എല്ലായിടും സഹകരിക്കുകയും വേണ്ടുന്ന ഒരു പയ്യനാണ്. വേറെ അങ്ങനെ ഒരുപാട് കൂട്ടിട്ടെന്നുള്ള വീട് ഫാമിലി അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു പയ്യനാണ്. അത്യാവശ്യം ഈ മക്കളെയൊക്കെ നല്ല രീതിയിലാണ് നോക്കുന്നത്, ജോലിക്ക് പോയി നല്ല രീതിയിലാണ് നോക്കുന്നത്. അവൻ ഒരിക്കലും ഇത് താങ്ങാൻ പറ്റൂല. അതുപോലെ മോനെന്ന് വെച്ചാൽ അവൻ ഈ സ്കൂളിൽ തിരക്ക് പോയാലും അവൻ ആള് സ്മാർട്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എന്തൊരു ആക്ടിവിറ്റി കൊടുത്താലും അവൻ ചെയ്തുകൊണ്ട് ചെല്ലാനൊക്കെ ഭയങ്കരമായിട്ട് അവൻ നിൽക്കുന്നൊരു കുട്ടിയാണ്. പക്ഷേ ഇത് സ്കൂളിൽ പറഞ്ഞപ്പോഴും ടീച്ചർമാരും അതിനെ പറയുന്നത് നല്ലൊരു ആക്ടിവിറ്റി ഉള്ള ഒരു കൊച്ചാണ്. ഒരുപക്ഷെ നല്ലൊരു അടച്ചുപൂട്ടൽ വീടുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. ഇതാണ് മൊത്തത്തില്. പഠിക്കാൻ പോയാലും സ്കൂളിലും എല്ലാത്തിലും നല്ല ടാലന്റ് ആയിട്ടുള്ള കൊച്ചായിരുന്നു. അപ്പോൾ ശരിക്കും ഒരുപാട് സമയം ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരുപാട് സമയം വേസ്റ്റ് ആയി എന്ന് തന്നെയാണ്. ചിറങ്കീഴ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുപക്ഷെ അവിടെ ഇതിനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്, നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിനൊരു വാക്സിൻ കൊടുത്ത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ബ്ലഡ് മേലോട്ട് കയറാതിരിക്കാനോ എന്തെങ്കിലും അവിടെ നല്ലൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത് കൊണ്ട് പറ്റും. ഇവിടുന്ന് മെഡിക്കലിൽ പോകണം തന്നെ 30 കിലോമീറ്റർ ഉണ്ട്. ഒരുപാട് ദൂരമാണ്. ഈ ട്രാഫിക്കിനിടയിൽ നമ്മൾ ഇതിനകത്തൊക്കെ റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ സമയത്ത് ചിറങ്കീഴ് ആശുപത്രി റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാണ് ചെല്ലുന്നത്. ചെന്നിട്ട് അവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്ക് വേറെ, അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനായിട്ട് അടച്ചിടണല്ലേ നല്ലത്. എന്നുവെച്ചാൽ അവിടെ ചെന്നാൽ ഒരു പട്ടിയെ അടിച്ചാൽ പോലും ഇഞ്ചക്ഷൻ ചെന്നാൽ പോലും അവിടെ മരുന്നില്ലെന്ന് ആണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളവിടെ ചെല്ലുക കൃത്യം 8 മണി തൊട്ട് ഒരു 12 മണിക്ക്. ഇപ്പോൾ 12 മണിക്കകത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നില്ലെങ്കിൽ അവർ പറയും ഇഞ്ചക്ഷൻ ഇല്ല, അത് ഇനിയിപ്പോൾ അടുത്ത കൃത്യം 12 മണിക്ക് മുമ്പേ വന്നെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ എൻ്റെ ഒരു വൈഫിൻ്റെ അമ്മേനെയും കൂടി ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു. ചെന്നപ്പോൾ ഡോക്ടറും തുണ്ടെഴുന്ന ആളോട് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോയി. അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്തു. എന്നുവെച്ചാൽ അവർക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ കയറി വരുന്നൊരു സ്ഥലമാണ് ചിറങ്കീഴ്. പഞ്ചിക്കുന്നായാലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുരുകമ്പുഴന്നായാലും അങ്ങോട്ട് നോക്കണേ ശാസ്ത്രത്തിനപ്പുറം അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു നൈറ്റ് ആയാലും നല്ല 2 ഡോക്ടർമാരും അവിടെയുള്ള വെറും 2 നഴ്സുമാരൊക്കെയാണ്. എന്നുവെച്ചാൽ രാത്രിയാണ് ഏറ്റവും കൂടുതൽ സുഖമില്ലാത്ത അമ്മമാരെ കൊണ്ടുപോകുന്നത്. പ്രായമുള്ള ആൾക്കാരെ നമ്മൾ രാത്രി കൊണ്ടു ചെന്നാലും ഇത് നല്ല ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല. ചെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ നോക്കിയിട്ട് പറയാം അതിവിടെ പറ്റൂല, 100 മെഡിക്കൽ ആയിട്ടോളാൻ പറയും. ഇത് പറഞ്ഞ് അവരെ ഒഴിഞ്ഞു മാറിയത്. ട്രീറ്റ്മെന്റിലൊക്കെ ഏറ്റവും പരാജയപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ചിറങ്കീഴ്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പും പല കാര്യങ്ങളും ഉണ്ടാവും. ഇന്നലെ തന്നെ ഒരാൾ സുഖമില്ലാതെ എന്തോ മരുന്നെന്തോ മാറി കഴിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു അത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു അയ്യോ പാടാണ്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ അവർ ഗോകുലത്തിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ അവർ ഐസിയിലാണ്. ഇന്നലെ നടന്നൊരു സംഭവമാണ്. അത് അഴൂർ പഞ്ചായത്തിനകത്ത് കൊണ്ടുപോയ ഒരു അമ്മേനെയാണ്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പേ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടർമാർ എന്തെങ്കിലും പറയുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരപ്പോഴും പോലീസിനെ വിളിക്കും. ഈ സംസാരിക്കുന്ന ആൾക്കാരെ വല്ല കേസെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന്റെ അവസ്ഥ നമുക്കറിയുന്നതാണ്. അതായത് ഇനി ഒരു കുട്ടിയുണ്ട്, അപ്പൊ അവരോട് ഒരു സുരക്ഷിതത്വം അത് ഉറപ്പിക്കേണ്ടതില്ലേ ശരിക്കും? ഉറപ്പായിട്ടും. ഇപ്പൊ ഭരണസമിതി ഇത് ഇവിടെ ആദ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഭരിക്കുന്നത്, ഇപ്പൊ BJP ആണ് ഭരണത്തിൽ കയറിയിരിക്കുന്നത്. അവര് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, വീട് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പോലും അടിയന്തരമായിട്ട് അത് വെച്ച് വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഡ് മെമ്പറും ഇടപെട്ട്, വാർഡ് മെമ്പർ ബിനു ചേട്ടനും ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഒരു വീട് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിപ്പോൾ ഈ ആഴ്ച തന്നെ നോക്കിയത് 3ാമത്തെ മരണമാണ് പാമ്പ് കടിയേറ്റ്. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ. ഇവിടെ ഒരുപാട് പാമ്പിന്റെ ശല്യം എന്ന് വെച്ചാൽ കായൽ തീരം കാടും ഇതൊക്കെ ഉള്ളതിന്റെ പേരിലൊക്കെ പാമ്പിന്റെ ശല്യം നിലവിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഈ ഏരിയയിൽ ആദ്യത്തെ സംഭവമാണ്. ഇതിനൊന്നും ഇവിടെ ഏറ്റവും കൂടുതൽ അണലി എന്ന് പറഞ്ഞ പാമ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് ഏറ്റവും കൂടുതലുള്ളൂ. പക്ഷേ ഈ മൂർഖൻ ഇങ്ങനെ ഈ രീതിയിൽ കൊച്ചിനെ ആക്രമിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാധാരണ നമ്മൾ ഇവിടെ ഈ വയലിലൊക്കെ മറ്റേ കട്ടിമണ്ണിട്ട് മറ്റേ ചെമ്മണ്ണിട്ട് നിമത്തിയാണ് പെരടാക്കി എടുക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഈ അണലി കൂടുതലും വരുന്നത്. അപ്പൊ ഇപ്പോ ഈ മൂർഖന്റെ സംഭവം നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അത് വേറെ ഒന്നുമല്ല, രാത്രിയും കൂടെ ആയിരുന്നുണ്ട് മോന് ഓടാനോ ഒന്നിനും പറ്റില്ലല്ലോ, ഉറക്കത്തിലായിരുന്നു. കലന്തര കടിച്ചു, കാലിനോടെ കടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ചിറങ്ങി കൊണ്ടുപോയത്. പക്ഷെ ഒരുപക്ഷെ അവർ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷത്തിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗോകുലത്തിലോ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊച്ചിന് ജീവൻ രക്ഷപ്പെടുത്തി നോക്കിയാൽ. ഈ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ പാമ്പ് കടിച്ചു എന്ന് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചു? പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊക്കെ പാമ്പ് കടിച്ചത്, എന്തിനാണ് കടിച്ചത്. അപ്പൊ ഈ കാല് നീരടിച്ച് ഇപ്പൊ കടിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം കഴിയുമ്പോൾ ബ്ലഡിൽ കാണണ്ടേ. നമ്മളാ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അടിയന്തരമായിട്ട് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ പാമ്പാണ് കടിച്ചത്, എന്താണ് കടിച്ചതെന്ന് അറിയാമല്ലോ. അതുപോലും തിരിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കൂടി കൊച്ചായതുകൊണ്ട് അവനെന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ പ്രായമുള്ള ആൾക്കാർക്കല്ലേ അറിയാം എന്താണ് കടിച്ചത്, പാമ്പാണോ കടിച്ചതെന്ന് കാണാനോ. ഇപ്പൊ ഓടി കിടക്കുന്ന ഇവിടെ എല്ലായിടത്തും ഓടി കിടന്ന് നടക്കുന്ന ഒരു പയ്യനാണ്. എല്ലായിടത്തും കളിക്കാനും ഇവിടെയൊക്കെ എല്ലായിടത്തും ഓടി കിടന്ന് എല്ലായിടത്തും സഹകരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു മോനായിരുന്നു. പക്ഷെ ഇത് ഒരുപക്ഷെ പാമ്പ് ഇത് അവർ നോക്കിയ ബ്ലഡിലെല്ലാം നമുക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതവർ കണ്ടുപിടിക്കാൻ അവർ തയ്യാറായില്ല.
അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ തുടക്കത്തിൽ തന്നെ കേൾക്കുന്ന കാര്യമാണ്. അതായത് ഈ ആശുപത്രിയിൽ എത്തിച്ച സമയം ഈ കുട്ടിയുടെ പാമ്പ് കടി ഏറ്റു എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു പിടിക്കാമായിരുന്നു. അതിനുള്ളൊരു ഗോൾഡൻ അവർ, ഒരു സുവർണ നിമിഷങ്ങൾ അത് പാഴായി പോയി ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ വെച്ച് എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് നടത്തി, പക്ഷെ അതിലൊന്നും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ഒരു സൗകര്യം പോലും, അതായത് പാമ്പ് കടി ഏറ്റു എന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യം പോലും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനാസ്ഥ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ട നടപടികളൊക്കെ അധികാരികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുപോലെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം നടപടിയെടുക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്നു, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നു, അങ്ങനെ ഒരു പ്രവണതയ്ക്ക് ഒരു അന്ത്യം കുറിക്കേണ്ടിയിരിക്കുന്ന ഒരു ജീവൻ കൂടി ഈ സംസ്ഥാനത്ത് നഷ്ടമായിരിക്കുന്നത് ഏറ്റവും വേദനാജനകം തന്നെയാണ്.